ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ കിടക്കുവാണ്. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. എന്താടാ നീ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നിൻ്റെ വീട്ടിൽ കൊണ്ട് അവളെ ആക്കിയോ? എൻ്റെ വീടോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? നീ അവർക്ക് വേണ്ടി മേടിച്ചു കൊടുത്ത വീടല്ലേ അത്? അപ്പോൾ അത് നിൻ്റെ വീടല്ലേ? സത്യം പറയടാ, നീ അവരുടെ പേരിൽ ആ വീട് മേടിച്ചു കൊടുത്തോ? ഇല്ലമ്മേ, അങ്ങനെ ചെയ്തിട്ടില്ല. നീ കള്ളമൊന്നും പറയണ്ട. ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് നുണ പറയാൻ പാടില്ല. അത് കേട്ടതും ഞാൻ പറഞ്ഞ സത്യമേ, വീട് മേടിച്ചു കൊടുത്തിട്ടില്ല. വേണ്ടടാ, നീ കള്ളം പറയുവാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോഴേക്കും മുത്തശ്ശൻ വന്നു. എന്താ ഇവിടെ? അത് പിന്നെ മുത്തശ്ശ, നയനയും നയനയുടെ അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്ന വീട് ഞാൻ അവർക്ക് മേടിച്ചു കൊടുത്തോന്നാ അമ്മ ചോദിക്കുന്നേ. ഇതുവരെ ഇല്ല, ഇനി മേടിച്ചു കൊടുക്കണം. അത് ഞാനാ ദേവയാനി ചെയ്യാൻ പോകുന്നത്. അവർക്ക് വേണ്ടി ഞാൻ വീട് മേടിച്ചു കൊടുക്കാൻ പോവാ. അച്ഛൻ ഇത് എന്തിൻ്റെ കേടാ? അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ അവളന്മാരെ ഇങ്ങനെ സഹായിച്ചുകൊണ്ട് നടക്കാൻ? അച്ഛ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെ അവരല്ലേ നമുക്ക് ഇങ്ങോട്ട് ഓരോന്ന് തരേണ്ടത്. അതിനിടയിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ശരിയാണോ? ഇതിനേക്കാളും കൂടുതൽ എന്താ ദേവയാനി നിനക്ക് വേണ്ടത്? നീ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇഷ്ടം പോലെ സ്വർണവും സ്വത്തും ഒക്കെ ആയിട്ട് വന്നത്. പിന്നെ കുടുംബം ഭാഗം വെച്ചതിലും നിനക്ക് കുറേ വിഹിതം കിട്ടി. എല്ലാം നിൻ്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിപ്പുണ്ട്. പിന്നെ നിനക്കിനി എന്താ വേണ്ടത്? അത് കേട്ടതും അതല്ല അതാണൊരു നാട്ടു നടപ്പ്. പെൺകുട്ടികൾ കയറി വന്നാൽ പെൺകുട്ടികൾ വേണം തരാൻ, അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയല്ല വേണ്ടത്. നയന മോളാൽ കഴിയുന്നതൊക്കെ മോള് സഹായിച്ചു. അതിനി നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴെങ്കിലും നീ അത് മനസ്സിലാക്കിയാൽ നല്ലത്. നിന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, നീ എല്ലാം മനസ്സിലാക്കുന്നൊരു ദിവസം വരും ദേവയാനി. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷേ അച്ഛാ, അവൾക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുത്ത് സഹായിച്ച് അവസാനം നമുക്കൊന്നും ഇല്ലാതാകരുത്. നമുക്ക് എന്താ ഇല്ലാണ്ടാവാൻ പോകുന്നേ? നമുക്കൊന്നും ഇല്ലാതാവില്ല. നമുക്കെല്ലാം ഉണ്ട് ദേവയാനി. ഇതുവരെ ഇവരോടൊപ്പം ഞാനും ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം 41 ദിവസം നോൻപെടുത്തിട്ട് ഇവരെല്ലാവരും ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചത് നിന്റെ തീരുമാനത്തിലാണ്. അതുകൊണ്ട് ദൈവം നിനക്ക് തന്ന തിരിച്ചടിയാണോ ഇതെന്നുള്ളൊരു സംശയം എനിക്കിപ്പോഴും ഉണ്ട്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ശബരിമലയ്ക്ക് പോകാൻ പറഞ്ഞതിന് ദൈവം എന്തിനാ എന്നെ തിരിച്ചടിക്കുന്നേ? അത് കേട്ടതും അതൊന്നും നിനക്ക് തന്നെയല്ലേ അറിയൂ അതിൻ്റെ കാരണം എന്താന്ന്. നീ എന്തായാലും മനസ്സിൽ തെറ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. സ്വന്തം മരുമകളെയും മകനെയും ഒന്നിക്കാതിരിക്കാൻ വേണ്ടി നീ പല അടവുകളും നടത്തിയിട്ടുണ്ടാവും. അവരെ ഹണിമൂണ് വിടാതിരിക്കാനുള്ള നിന്റെ അടവായിരുന്നെങ്കിലോ ഇത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അയ്യപ്പസ്വാമി നിന്നെ പരീക്ഷിച്ചത്. ദേവയാനി, നീ സൂക്ഷിച്ചോ. മരുമകളെ നീ എത്രത്തോളം വെറുക്കുന്നോ അത്രത്തോളം ദൈവങ്ങളുടെ പരീക്ഷണം നിനക്കുണ്ടാവും. ഇത് ഞാൻ പറയുന്നതാ, നീ നോക്കിക്കോ ദേവയാനി. അത് കേട്ടതും അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ അതൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ നമ്മുടെ കുടുംബത്തിനോട് യോജിച്ചവളല്ല. അവളെ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല. 2 പെൺമക്കളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചു. അത് തന്നെ അവർക്ക് വലിയ ലോട്ടറിയാ. ഇനി അതിനേക്കാളും കൂടുതൽ എന്താ അവർക്ക് കിട്ടേണ്ടത്? ഒരു കാര്യം ഞാൻ പറയാം. അവർക്ക് എന്തൊക്കെ കിട്ടിയാലും നീ അത് കണക്കിലെടുക്കാൻ നിൽക്കണ്ട. ഞങ്ങളല്ലേ കൊടുക്കുന്നേ, അത് ഞങ്ങളുടെ ഇഷ്ടം, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമിക ചായയും കൊണ്ടുവരിക, ജ്യൂസും കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയാതെ, ഒരു കാര്യം ഞാൻ പറയാം ദേവയാനി, ഇനി ഒരിക്കലും നയനമോളെ വെറുക്കാൻ ജയനോ അജയനോ ആദർശിനോ അനിക്കോ ഒന്നും കഴിയില്ല. അവരെല്ലാവരും നയനമോളെ ചേർത്ത് പിടിക്കത്തേ ഉള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും തലകീഴായി മറിഞ്ഞാലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നേ. ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവ് ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ നേരെ അവളുടെ വീട്ടിൽ പോയി അവളെ കാണുന്നു. അത് വലിയ തെറ്റൊന്നുമല്ല. അതാണ് ഇങ്ങനെ വേണം ഭാര്യ ഭർത്താക്കന്മാരായ. അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് പരസ്പരം തമ്മിൽ തല്ലിയും വഴക്കിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരല്ല യഥാർത്ഥ സ്നേഹമുള്ളവർ. മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ അനാമിക, വലിയമ്മേ ഇന്ന് ജ്യൂസ് കുടിക്കി എന്നും പറഞ്ഞ് എഴുന്നേറ്റിരുന്ന് ജ്യൂസ് കൊടുക്കുക. എന്തൊരു കഷ്ടമാണ് ഇത്. വല്യമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ മുത്തശ്ശനും ആദർശേട്ടനും കൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളെന്ത് സംസാരിച്ചു എന്നാ? ഞങ്ങൾ അമ്മയുടെ മനസ്സ് ഇതാക്കാനുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഉള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പം സംസാരിച്ചതോ എന്നും പറയാം. അപ്പം മുത്തശ്ശൻ, പറയേണ്ടതാ പറഞ്ഞത്. മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കാൻ ദേവയാനിക്ക് കഴിയുന്നില്ല. എന്നാൽ അത് മനസ്സിലാക്കേണ്ട സമയത്ത് ഉറപ്പായിട്ടും നീ മനസ്സിലാക്കും ദേവയാനി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പോയി കഴിഞ്ഞതും ആ ഒരു കാലണയ്ക്ക് വകയില്ലാത്തവളെ കുറിച്ച് സംസാരിച്ച് വല്യമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുകയാണോ ആദർശേട്ടാ? എൻ്റെ നയന കാലണയ്ക്ക് വകയില്ലാത്തവളൊന്നും അല്ല. ഒരു കാര്യം ഞാൻ പറയാം.
നീ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നിന്നെ പറഞ്ഞാൽ മതി, മനസ്സിലായല്ലോ? എൻ്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. കണ്ടോ വല്യമ്മേ, അവളെ പറഞ്ഞത് ആദർശേട്ടനെ സഹിച്ചില്ല. എന്ത് ചെയ്യാനാ മോളെ, എല്ലാം എൻ്റെ കഷ്ടകാലം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഈ സമയം പിന്നെ മോളെൻ്റെ അടുത്തിരിക്കുമ്പോഴാണ് ഈ വല്യമ്മയ്ക്ക് ഒരു മരുമകളുണ്ട് എന്നുള്ളൊരു ചിന്ത തന്നെ വരുന്നത്. മോളെപ്പോഴും എൻ്റെ അടുത്ത് തന്നെ വേണം കേട്ടോ. ഞാൻ വല്യമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. വല്യമ്മ പേടിക്കൊന്നും വേണ്ട, വല്യമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയുടെ അമ്മയെ ഫോൺ വിളിക്കുക. ഹലോ അമ്മേ, എന്തായി മോളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഒന്നും പറയണ്ട, ആ കരൾ കേടായ സ്ത്രീയെ പരിചരിച്ച് എൻ്റെ കൈയും കാലൊക്കെ വേദനിക്കുന്നു. മോളെ, അതുകൊണ്ട് നിനക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ? അതല്ല അമ്മേ, എനിക്ക് ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ലല്ലോ. അവർക്ക് ഏതു നേരം ഭക്ഷണം കൊടുക്കലും ജ്യൂസ് കൊടുക്കലും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ അവരുടെ പിന്നാലെ തന്നെ നടക്കുക. ഒന്നും മര്യാദക്ക് ഉറങ്ങാൻ പോലും സമയമില്ല. എനിക്കാണെങ്കിൽ കലി കയറിയിട്ടൊരു രക്ഷയില്ലമ്മേ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. അത് കേട്ടതും ദേ മോളെ, അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ്. അത് ഇത്ര വലിയ ഭാരമുള്ള ജോലിയായിട്ടൊന്നും നീ എടുക്കണ്ട. എന്തായാലും എന്താ പറയുന്നതെന്ന് നോക്കട്ടെ, അതിനുശേഷം നീ സംസാരിച്ചാൽ മതി. ദേ, അവരെന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്തു കൊടുക്കണം, എന്നിട്ട് അവരുടെ കൂടെ നിൽക്കണം. എന്നാലേ മറ്റേതിനെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റൂ. അവളവിടെ നിൽക്കുന്നത് നിനക്ക് വെല്ലുവിളിയാണ്. കണ്ടില്ലേ, ഇപ്പം തന്നെ അവൾക്ക് വേണ്ടതൊക്കെ വീട്ടിലെത്തുന്നുണ്ട്. എന്നാൽ നീ വീട്ടിൽ വന്ന് നിന്നാൽ നിനക്കൊരു തരി സ്വർണം പോലും ആ കളവിനും തരില്ല. എന്തായാലും നിൻ്റെ വല്യമ്മയെ സോപ്പിട്ട് നിന്നാലേ നിനക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടൂ. അതെനിക്കറിയാം. പക്ഷെ അവരെ സഹിക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്തൊരു കഷ്ടം ഇത്! എത്രയെന്ന് വെച്ചാൽ സഹിക്കുക. കരളിപ്പോൾ കേടായതുകൊണ്ട് മനുഷ്യർ ബാക്കിയുള്ളവനെ പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദേവയാനി വരിക. ദേവയാനി വന്നതും വല്യമ്മ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഞാൻ അമ്മിക ഫോൺ കട്ട് ചെയ്തു. എന്താ മോളെ, മോളുടെ അമ്മയോടാണ് മോള് സംസാരിച്ചത്? അതേ വല്യമ്മേ. അല്ല, ആരെ സഹിക്കുന്ന കാര്യമാണ് മോള് പറഞ്ഞത്? അത് പിന്നെ വല്യമ്മയ്ക്ക് അറിയാമല്ലോ അനിയുടെ കാര്യം. അവൻ എന്നോട് ഒരു തുള്ളി സ്നേഹം പോലും ഇല്ല. എപ്പോഴും എന്നെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക, മാറ്റി നിർത്തുക. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ കാര്യമാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. അവനെ സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന്. പിന്നെ വല്യമ്മയൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാം സഹിച്ച് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. മോളെ, ദാമ്പത്യ ജീവിതമാണ്, കുടുംബ ജീവിതമാണ്. അത് തള്ളിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര എളുപ്പമാണ്. എന്നത് തിരിച്ചു പിടിക്കാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്, ഇങ്ങനെ എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കരുത്. അനിയുടെ സ്നേഹം എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റാൻ നോക്ക്. ഇല്ല വല്യമ്മേ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല വല്യമ്മേ എന്നും പറയണം. അത് കേട്ടതും നടക്കും, നടക്കേണ്ടതൊക്കെ നടക്കും. എന്ത് കരുതിയിട്ടാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, മോള് വന്നിരിക്കുന്നത് നല്ല വീട്ടിലേക്ക് തന്നെയാണ്. ഈ കുടുംബത്തിലുള്ള ചെറുപ്പയ്യന്മാരൊക്കെ നല്ലവരാ, അഭിയൊഴിച്ച് മാത്രം എല്ലാവരും. അതുകൊണ്ട് തന്നെ മോളൊരു കാര്യം ചെയ്യണം. അനയുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അത് കേട്ടതും വല്യമ്മ, അതൊക്കെ നടക്കും. എന്നാൽ ശരി, വല്യമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. ചെയ്താൽ മതി മോളെ, എല്ലാം ശരിയാവും എന്നൊക്കെ പറയാം. ഈ സമയം പിന്നീട് അഭിയാണ് കാണിക്കുന്നത്. അഭി ഭയങ്കര സന്തോഷമായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുക, വയറ് നിറച്ച് കഴിച്ചതിൻ്റെ സന്തോഷം. അപ്പോഴാണ് ഒരു വോയിസ് മെസ്സേജ്. എടാ, വരുമ്പോൾ നീ എനിക്ക് സ്വർണ്ണമോതിരം മേടിച്ചിട്ട് വരണേ. അത് കണ്ടതും അഭിക്ക് കലി കയറുക. സ്വർണ്ണമല്ലടി, നിനക്ക് ഞാൻ ഡയമണ്ട് മോതിരം മേടിച്ചിട്ട് വരാമെന്ന് തിരിച്ച് വോയിസ് അയക്കുക. അപ്പോൾ നവ്യ അതെടുത്തു. ഓഹോ, അത്രയ്ക്കായോ? എന്നാൽ നിൻ്റെ വീഡിയോ ഞാനിപ്പോൾ അയച്ചുതരാം എന്നാലോചിച്ചുകൊണ്ട് നവ്യ ആ വീഡിയോ അയച്ചു കൊടുക്കുക. അത് കണ്ടതും അഭി ഞെട്ടി. ഈശ്വര, ഈ വീഡിയോ എങ്ങനെ ഇവൾക്ക് കിട്ടി? ദൈവമേ, ഇത് ഞാനിപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നവ്യെ വിളിക്കുക. ഹലോ നവ്യ, എന്താടാ, സ്വർണ്ണമോതിരം മേടിച്ചോ? ഈ വീഡിയോ നിനക്കെവിടെ നിന്ന് കിട്ടി? അതൊക്കെ നിനക്കെന്തിനാ? നിനക്ക് തെളിവ് കിട്ടിയാൽ പോരെ? എടാ, നാണോ ഇല്ലല്ലോടാ. ഒരിക്കലാന്ന് പറഞ്ഞിട്ട് അവസാനം പള്ള നിറയെ തിന്നുമായിരുന്നു. നാണം കെട്ടവനെ. ശബരിമലയ്ക്ക് പോവാൻ മാലയിട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവോടാ എന്നും നവ്യ ചോദിക്കുക. അത് കേട്ടതും അത് പിന്നെ നവ്യ, നീ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് മോതിരം വേണം. 2 പവൻ്റെ മോതിരമോ? അതെ, 2 പവൻ്റെ. ഒരു അരപ്പവൻ്റെയോ കാപ്പവൻ്റെയോ പോരെ? അയ്യാടാ, നീ ചെയ്ത തെറ്റേ 2 പവനേക്കാളും മുകളിലാണ്. അതുകൊണ്ട് എനിക്ക് 2 പവൻ്റെ മോതിരം തന്നെ വേണം. നവ്യ, ഇപ്പം എൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ കാശ് ഉണ്ടാക്കണം. നിനക്ക് വേറെ എല്ലാത്തിനും പണം ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് 2 പവൻ്റെ മോതിരം കിട്ടിയേ തീരൂ. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. പിന്നെ നിനക്കിവിടെ നിലനിൽപ്പില്ല ബി. എന്തായാലും നീ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ കൈയോടെ പൊക്കിയിരിക്കോടാ എന്നൊക്കെ പറയണം. അത് കേട്ടതും
അവ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക്. എടാ, വാക്കിന് വ്യവസ്ഥ ഉണ്ടാവണം. നീ എന്നെ വെല്ലുവിളിച്ചിട്ടല്ലേ പോയത്? നിനക്കെതിരെ ഞാൻ തെളിവുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി എനിക്ക് മോതിരം മേടിച്ചു തരാം നീ എന്നാ ഉണ്ടാക്കുമെന്ന് ഞാനും പറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഇനി നിന്റെ വാക്ക് നീ പാലിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇതെല്ലാവരെയും കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയും. ആ സമയം അഭി ശരി എന്നാൽ വെക്ക്, ഞാൻ മേടിച്ചു തരാം. ആ മേടിച്ചു തരണം. പിന്നെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്, ഞാനൊരു അയ്യപ്പനാണ്. ഒന്ന് പോടാ, അയ്യപ്പന്മാരിങ്ങനെ നുണ പറയൊന്നുമില്ല. കഴുത്തിൽ മാലയിട്ടിട്ട് ഭയങ്കര നുണ. നിന്നെപ്പോലെ ഒരു അയ്യപ്പൻ ഈ ലോകത്തുണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ ശിക്ഷ നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അബി എന്നൊക്കെ പറയണത് കേട്ടതും അബി ഫോൺ കട്ട് ഈശ്വര, ശത്രുക്കൾക്ക് പോലും ഇതുപോലത്തെ ഭാര്യമാരെ കൊടുത്തേക്കല്ലേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അബി ഫോൺ കട്ട് ചെയ്യുന്നത്. ഈ സമയം പിന്നീട് നവ്യ എന്തായാലും എനിക്കുള്ള സ്വർണ്ണമോതിരവുമായിട്ട് അവൻ വരട്ടെ, കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ജലജ ജ്യൂസും കൊണ്ടുവരുന്നത്. എന്നാ ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് അല്ലേ? അല്ല, കമ്പിളി നാരങ്ങ. ദേ, ഞാൻ ജ്യൂസ് ഇട്ട് കൊണ്ട് തന്നതും പോരാ, നീ എന്നോട് ചോദ്യം ചോദിക്കുന്നോ? അല്ല, ഓറഞ്ച് ജ്യൂസ് എനിക്കിഷ്ടം. ആ അല്ലേ, ഇത് കുടിച്ചു എന്ന് കരുതി ഇനി എൻ്റെ കുഞ്ഞു പോവില്ലല്ലോ. കുഞ്ഞു പോകുമെന്നാണെങ്കിൽ കുടിക്കണ്ട. അത് കേട്ടതും ഉടനെ അതൊന്നും ചെയ്യൂലെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാം സൂക്ഷിച്ചേ ചെയ്യൂ. അതുകൊണ്ട് ഉടനെ എൻ്റെ കുഞ്ഞിനെ കളയാനൊന്നും ശ്രമിക്കില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അനാമികയും വരിക. അനാമിക വന്നത് അപ്പോൾ അമ്മായിയും ഇവൾക്കെല്ലാം ചെയ്തു കൊടുക്കുകയാണല്ലേ? എന്ത് ചെയ്യാനാ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ? എൻ്റെ അമ്മായിയും എനിക്ക് ചെയ്തു തരുന്നതിന് നിനക്കെന്താടി പ്രശ്നം എന്നൊക്കെ ചോദിച്ച് നവ്യ അനാമികയോട് ഉടക്കും. അപ്പോഴേക്കും അഭി വരിക. ഹായ്, അഭി വന്നു, അങ്ങോട്ട് മാറിക്ക് എന്നും പറഞ്ഞ് ജലജയെ തള്ളി മാറ്റിയിട്ട് അഭിയോട് നവ്യ ഞാൻ പറഞ്ഞ സാധനം മേടിച്ചോ എന്നും ചോദിക്കുക. അപ്പോഴേക്കും അബിയുടെ കയ്യിൽ കവർ ഇരിക്കുന്നുണ്ട്. ഹായ്, കവറുണ്ടല്ലോ, എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് ആ കവർ മേടിച്ച് തുറന്നു നോക്കുക. ഹായ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ആ മോതിരം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇത് സ്വർണ്ണമാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, സ്വർണത്തിൽ മുങ്ങിക്കിടക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ സ്വർണം കണ്ട തിരിച്ചറിയില്ലേ? അപ്പോൾ ജലജ അത് മേടിച്ചു. ഇത് 916 ആണല്ലോ, ഇതെന്തിനാ ഇവൻ നിനക്ക് മേടിച്ചു തന്നേ? അത് കേട്ടതും എൻ്റെ ഭർത്താവും എനിക്കൊരു മോതിരം മേടിച്ചു തന്നാ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇത് നല്ല കൂത്താണല്ലോ. എൻ്റെ ഭർത്താവ് എനിക്ക് മോതിരം മേടിച്ചു തന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ ജലജയുടെ മെക്കിട്ട് കയറുക. അപ്പം അഭിയേട്ടനൊരു പെൺകൊന്തനാണെന്ന് മനസ്സിലായി. അത് അപ്പോൾ ജലജ എന്താടാ നിനക്ക് എന്താ പറ്റിയേ? അത് പിന്നെ ഒരു ജ്യോത്സ്യനെ കണ്ടപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു, ശബരിമലയ്ക്ക് പോകുമ്പോൾ മല ചവിട്ടുമ്പോൾ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ തൃപ്തയായിരിക്കണമെന്ന്, അവൾ എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കണമെന്ന്. എന്നാൽ പിന്നെ നിനക്കൊരു സ്വർണ്ണക്കിരീടം ചോദിക്കായിരുന്നില്ല നവ്യയെ? ഇവൻ അത് മേടിച്ചു തരുമായിരുന്നല്ലോ. ഇപ്പം തന്നെ അവന് ക്രെഡിറ്റ് കാർഡിൽ കടങ്ങൾ ഒരുപാടുണ്ട്. അത് കേട്ടതും അതൊക്കെ അവൻ വീട്ടിൽ തീർത്തോളും. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ദേ, ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് മോതിരം മേടിച്ചു തന്നു കരുതി നിങ്ങൾ കണക്കിടണ്ട. എനിക്ക് മോതിരം കിട്ടിയത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ്, മനസ്സിലായല്ലോ? ഇത് എത്ര പവനുണ്ടാ? 2 പവൻ. ഈശ്വര, 1.25 ലക്ഷം രൂപയോളം അടുത്ത് വന്ന് കാണില്ലേ? നമ്മുടെ ജ്വല്ലറിയിലായതുകൊണ്ട് പണിക്കൂലി പകുതിയെ മേടിച്ചോളൂ. അത് കേട്ടത് ദൈവമേ, എന്തൊരു കഷ്ടമായത്, ഇവൻ്റെ ഒരു കാര്യം നാണോ മാനോ ഇല്ല എന്നൊക്കെ പറയാം. അപ്പം അനാമിക മനസ്സിലാലോചിക്കുക. എനിക്കൊരുത്തനുണ്ട് ഭർത്താവായിട്ട്, കാശിന് വകയില്ലാത്തവൻ, കാലണയ്ക്ക് കൊള്ളാത്തവൻ. അബി, ഇത് നീ തന്നെ എൻ്റെ കയ്യിലിട്ടതാ. അതെന്തിനാ? ഇന്ന് നമ്മുടെ നിശ്ചയമാണോ? നിശ്ചയമൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന്. അല്ല, ഇതിനു മുമ്പും നീ എനിക്ക് ഡയമണ്ട് നെക്ലസ് മേടിച്ച് കഴുത്തിലിട്ട് തന്നിട്ടുണ്ട്. എടാ, ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണോ? ഇല്ല, ബർത്ത്ഡേ വരുമ്പോൾ ഇനിയും നല്ല വലിയ സമ്മാനം വേണം, അതും സ്വർണത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യനെ കളിയാക്കും. അപ്പോൾ അബി കയ്യിൽ മോതിരം ഇട്ട് കൊടുത്തു. നവ്യ അങ്ങ് പോയി. നവ്യ പോയി കഴിഞ്ഞതും അബിയോട് ജലജ, എടാ, എന്നെ അവൾ വരുതിയിലാക്കിയതുപോലെ നിന്നെ എന്തെങ്കിലും വരുതിയിലാക്കിയോ? അതെ അമ്മേ. അപ്പോൾ നമ്മുടെ അനാമിക, അതെന്താ അത്? എന്ത് വരുതിയിലാക്കിയെന്നാ? അല്ല മോളെ, അവളിപ്പോൾ ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് അവളുടെ വരുതിയിൽ ഞങ്ങൾ നിൽക്കണമല്ലോ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയും ദേഷ്യപ്പെട്ടു പോവുക. ഈ സമയം എന്താ പ്രശ്നം? അത് പിന്നെ അമ്മ സ്വർണ്ണമാല എടുത്ത് അവക്കടെ അമ്മയുടെ ബാഗിൽ വെച്ചില്ലേ, ആ വീഡിയോ അവളുടെ കയ്യിലുണ്ടമ്മേ. അത് മേടിച്ചു തന്നില്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കുമെന്നും പറഞ്ഞിട്ട് അവളെന്നെ ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്, അവളെന്നെ കൊല്ലാൻ പറഞ്ഞാലും നീ കൊല്ലുമല്ലോടാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ കൊന്നേരെ എന്നും പറഞ്ഞ് ജലജയും ദേഷ്യപ്പെട്ടങ്ങ് പോവുക. ഈ സമയം പിന്നീട് അനിയാണ് കാണിക്കുന്നത്. അനി ഇരുന്ന് കവിത എഴുതുക. സമാധാനമായി. ഈ കല്യാണത്തിന് ശേഷം ഇപ്പോഴെങ്കിലും നീ കവിത എഴുതുന്നത് കണ്ടല്ലോ, എന്താ വിഷയം?
അത് കേട്ടതും ദുരന്ത ദാമ്പത്യ ജീവിതം എന്നും അനി. ദുരന്ത ദാമ്പത്യ ജീവിതം അത് നല്ല ജീവിതമായിട്ട് മാറും നീ വിചാരിച്ച. അത് കേട്ടതും ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിന്നെപ്പോലെ ഒരുത്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറില്ലടാ. ആ അഭിയേട്ടനെ കൊള്ളില്ലാത്തവനാണെങ്കിലും ഭാര്യയോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഭാര്യയ്ക്ക് സ്വർണ്ണമോതിരം മേടിച്ചു കൊടുത്തത്. അങ്ങനെ അഭി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ടേ. ഈ വീട്ടിൽ കൊള്ളരുതാത്തവനാ അഭി. അതുകൊണ്ട് അഭി എന്ത് ചെയ്താലും അതിനെ നല്ലതായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഒരർഹതയില്ലെങ്കിലും നയനയ്ക്കും കൊടുത്തു കുറേ സ്വർണം. ഒരർഹതയില്ലെങ്കിലും നിനക്കും കുറേ സ്വർണം കിട്ടിയില്ലേ? എന്നിട്ടത് കിട്ടിയതിൻ്റെ അടുത്ത ദിവസം തന്നെ ആയിലെ മാല കാണാണ്ടുമായി. അത് നിൻ്റെ ഏട്ടത്തി എടുത്തത്. പോലീസ് കേസായിരുന്നെങ്കിൽ തെളിഞ്ഞാനായിരുന്നു. അതൊന്നും നീ പറയണ്ട. എൻ്റെ ഏട്ടത്തി അങ്ങനെ ചെയ്യില്ല. നവ്യ ഏട്ടത്തിയെക്കുറിച്ച് എനിക്ക് അങ്ങനെ അറിയത്തുമില്ല. പിന്നെ നവ്യ ഏട്ടത്തി അത് ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ട് നീ നിന്നെ തന്നെ കളിയാക്കിയാൽ മതി. ഇതുപോലൊരു ഭർത്താവിനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. സ്വന്തം ഭാര്യയെ കള്ളിയാക്കുന്ന ഭർത്താവ്. എൻ്റെ കഷ്ടകാലം എന്നും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ടങ്ങ് പോവുക. അപ്പോൾ അനി, ദൈവമേ, മനുഷ്യന് ഒരു സമാധാനം തരാത്തൊരു ജന്മം എന്നും ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് അഭിയാണ് കാണിക്കുന്നത്. അഭി ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ, നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്കിനിയും സന്തോഷങ്ങൾ ഒരുപാട് വേണം. അതുകൊണ്ട് നിന്നെ ഞാൻ ഭീഷണിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. ഒന്ന് പോടി. പണം ഉണ്ടെങ്കിലേ സന്തോഷമുള്ളൂ. ആര് പറഞ്ഞു? ഒരു പെണ്ണിന് ഒരു ഭർത്താവ് തരുന്ന സ്നേഹവും കരുതലുമാടാ അവളുടെ സന്തോഷം. അവൾ അത് കിട്ടുമ്പോഴാണ് സമ്പന്നയാകുന്നത്, അല്ലാതെ പണം കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അഭിയെ കുറേ വഴക്കുറയുക. അത് കേട്ടതും അഭി ഇങ്ങനെ നവ്യ നോക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു